മാസങ്ങളായി പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയ്ക്ക് വിരാമമിട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ ഒപ്പിടുന്നതിന് വളരെ അടുത്തെത്തിയെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. സമാധാനം എന്നത്തേക്കാളും അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചത്. ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും കരാറിലെ വ്യവസ്ഥകളെ ചൊല്ലി ഇരുപക്ഷത്തും വ്യത്യസ്തമായ അവകാശവാദങ്ങൾ ഉയരുന്നത് ഈ സമാധാന ശ്രമങ്ങളെ സങ്കീർണമാക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ നിർണായകമായ പല വിഷയങ്ങളും ഉൾപ്പെടുന്നുണ്ടെങ്കിലും അവയുടെ വ്യാഖ്യാനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. പ്രധാനമായും ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം, ആണവ ചർച്ചകളുടെ ഭാവി, മരവിപ്പിക്കപ്പെടുന്ന ആസ്തികളുടെ വിന്യാസം എന്നിവയാണ് ചർച്ചകളുടെ പ്രധാന അജണ്ടകൾ. ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിൽ കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും വിട്ടു നൽകാൻ ഇറാൻ തയ്യാറല്ലെന്ന നിലപാട് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA വഴി വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായും മടങ്ങാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്നും തങ്ങളുടെ തന്ത്രപ്രധാനമായ സുരക്ഷാ താൽപര്യങ്ങൾ ബലികഴിക്കാൻ കഴിയില്ലെന്നുമാണ് ഇറാൻ നൽകുന്ന സൂചന. അതേസമയം 60 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ചർച്ചകളിലൂടെ ആണവ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് കരട് ധാരണയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ US കർശനമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നതാണ് അവരുടെ ആവശ്യം. എന്നാൽ മറുഭാഗത്ത് ഇറാന്റെ മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളർ ആസ്തികൾ തിരികെ നൽകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനങ്ങൾ കരാറിന്റെ വിജയത്തെ നിർണ്ണയിക്കുന്ന ഘടകമായി മാറും.